ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ്. ഇന്നത്തെ ഹെയർ പാക്കിലൂടെ നമുക്ക് നമ്മുടെ മുടി ഒരിക്കലും നരക്കാതിരിക്കാനും അതേപോലെ തന്നെ നരച്ച മുടി ഉണ്ടെങ്കിൽ അത് വേരോടെ കറുപ്പിക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് അനുഭവിക്കുന്ന ഒന്നാണ് നമ്മുടെ മുടി നരക്കുന്നത്. പ്രായമാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മുടി ഇപ്പോൾ നരക്കാന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഹോർമോൺസിൻ്റെ കുറവുകൾ, ഡെഫിഷ്യൻസി കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മുടി കൊഴിയുന്നത്. ഒരുപാട് മുടി കൊഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ നെറ്റ് കയറലൊക്കെ ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു ഹോം റെമഡിയുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നമുക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനായിട്ട് വേണ്ടി വരുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്നത് ഉലുവയാണ്. അപ്പോൾ ഉലുവ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുക. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ ഓയിലാണ് ശരിക്കും പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ഈ ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനൊരു ചെറിയ അളവിലാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ എമൗണ്ട് ഇടേണ്ടി വരും. 2-3 ടേബിൾ സ്പൂണോളം ഉലുവയൊക്കെ ചേർക്കുക. നമ്മളിത് ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ ഇത് ഒരാഴ്ച ടൈം കൊടുക്കണം ഒന്ന് റെഡിയാകാനായിട്ട്. എന്നിട്ടാണ് നമ്മൾ തലയിൽ തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവയിൽ ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള വൈറ്റമിൻസൊക്കെ തന്നെ നമ്മുടെ ഹെയറിനെ കറുപ്പിക്കാനായിട്ടാണെങ്കിലും മുടി നന്നായിട്ട് തഴച്ച് വളരാനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ രണ്ടാമത് എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. രണ്ടാമത് എടുത്തേക്കുന്നത് കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കരിഞ്ജീരകം നമുക്ക് ഇതേപോലെ സൂപ്പർ മാർക്കറ്റിൽ നമ്മുടെ പുറത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന അളവ്, നമ്മൾ ഒരു ഹെയർ ഓയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെയൊക്കെ അളവ് ഡബിൾ എമൗണ്ട് ആക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മളപ്പോൾ ഈ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് പൊടിയാവേണ്ട, ചെറിയൊരു തരിതരിപ്പോട് കൂടി നമുക്ക് കിട്ടണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കല്ല് ഉപയോഗിച്ച് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കരിഞ്ജീരകത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കരിഞ്ജീരകം മാത്രം മതി നമ്മുടെ മുടി നന്നായിട്ട് നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട്. കരിഞ്ജീരകം ഇതേപോലെ തന്നെ നമുക്ക് എണ്ണ കാച്ചിയിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് കറുത്തതും അതുപോലെ നല്ല കരുത്തുറ്റതൊക്കെ ആകും. മാത്രമല്ല നമുക്ക് മുടി കൊഴിച്ചിൽ തടയാനാണെങ്കിലും നെറ്റ് കയറുന്ന തടയാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. മുടിയുടെ ഉള്ള് കുറയുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഉള്ളോടുകൂടി മുടി വളരാനായിട്ട് ഈ കരിഞ്ജീരകം മാത്രം നമ്മളെ ഹെൽപ്പ് ചെയ്യും നന്നായിട്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ പൊടിക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യുക. അധികം പൊടിയാവാതെ ക്രഷ് ചെയ്ത് ഇത് എടുക്കുക. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അധികം അങ്ങോട്ട് പൊടിഞ്ഞിട്ടില്ല, ചെറിയ ഒരു ചതച്ചെടുത്തേക്കെയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നിങ്ങൾ മിക്സിയുടെ ജാറിലോ കല്ലിലൊക്കെ വെച്ചിട്ട് നിങ്ങൾ അതങ്ങോട്ട് ചതച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ. അപ്പോൾ ഇതാണ് നമ്മളിലോട്ട് ലാസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊരു 3-4 ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉലുവയും അതേപോലെ കരിഞ്ജീരകവും എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നല്ല എണ്ണയും കൂടുതലെടുത്തിട്ട് ഒരു ചില്ലിൻ്റെ കുപ്പിയിലെ വല്ലതും മാറ്റുക. എന്നിട്ട് അതങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ വെയിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് സൂര്യപ്രകാശം കൊള്ളിപ്പിക്കണം. ഒരാഴ്ച വരെ നന്നായിട്ട് വെയിലത്ത് വെക്കുക. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ ഞാനിതിങ്ങനെ കാണിച്ചു തരുന്നില്ല, കാരണം മഴ ചെയ്ത കാരണം ഇതിപ്പോൾ നമുക്ക് വെയിലത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒന്നാമത്തെ വേറൊരു കാര്യം ചെയ്യാറുണ്ട്, ഡബിൾ ബോയിലാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കണ ഓയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് നമുക്കത് നമ്മുടെ ഈ ചില്ലിൻ്റെ കുപ്പിയിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഒരാഴ്ച വരെ അങ്ങനെ തന്നെ വെക്കാം. പിന്നെ നമുക്കത് ചൂടാക്കേണ്ട കാര്യമില്ല കേട്ടോ. ഡബിൾ ബോയിൽ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, പിന്നെ ചെയ്യേണ്ട കാര്യമില്ല. വെയിലുണ്ടെങ്കിൽ ഒരാഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കുളിപ്പിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ തന്നെ പുറത്ത് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇത് പുറത്ത് തന്നെ ഇരിക്കട്ടെ, ചീത്തയൊന്നും പോകില്ല. അപ്പോൾ ഇതങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ഉലുവയുടെയും കരിഞ്ജീരകത്തിൻ്റെയൊക്കെ സത്ത് നന്നായിട്ട് ആ എണ്ണയിലോട്ട് ഇറങ്ങും. അപ്പോൾ ആ എണ്ണയാണ് നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുടി അഴുക്കൊന്നും ഉണ്ടാവരുത്. നന്നായിട്ട് ഷാമ്പൂ ഒക്കെ ചെയ്ത് ക്ലിയർ ആയിരിക്കണം. എന്നിട്ട് നമ്മളിത് തലയിൽ തേച്ച് കൊടുക്കുക.
നന്നായിട്ട് 5 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വാഷ് ചെയ്യാനായിട്ട് മൈൽഡ് ഷാമ്പുവോ ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. താളിയൊക്കെ ഉപയോഗിക്കുക ഇതിനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുക. ഓരോരുത്തരുടെ ഹെയറിൻ്റെയൊക്കെ കണ്ടീഷൻസൊക്കെ അനുസരിച്ച് ഇതിൻ്റെ റിസൾട്ട് വ്യത്യാസം ഉണ്ടാവും. കാരണം ഒരുപാട് അങ്ങോട്ട് നരച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ 1 മാസമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ചെറിയ രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് നരച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ മുടി കൊഴിച്ചിൽ മാറാനാണെങ്കിലും മുടി തഴച്ച് വളരാനൊക്കെ ആണെങ്കിലും ഇത് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.